ഞാൻ ട്രീറ്റ്മെന്റിന് പോകുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ആര് നോക്കും എന്നല്ലേ പേടി. എനിക്ക് വേണ്ടി ഗൂഗിള് ഒരുപാട് സഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഗൂഗിൾ, എനിക്കിനി പിന്തിരിയാനാവില്ല. ആ രാജകുമാരെ തിരിച്ചു കൊണ്ടുപോവാൻ ആരെങ്കിലും വന്നാ നമ്മുടെ രാജാവ് എന്ത് ചെയ്യും? അത് മോളെ, സ്നേഹമുള്ളിടത്തല്ലേ ദൈവം കൂടെ നിൽക്കൂ. ഈ രാജാവിന്റെ സ്നേഹം സത്യമാണെങ്കിൽ ആരും അവളെ കൊണ്ടുപോവില്ല. എൻ്റെ കൊട്ടാരത്തിലെ ഈ സന്തോഷം ഇനി എത്ര നാളുണ്ടാവും സമൃദ്ധ? നിനക്ക് നിന്റെ പഴയ ജീവിതം തിരിച്ചു കിട്ടുമ്പോൾ ഈ ഗോകുലിനെയും ഗൗരിമോളെയൊക്കെ നിനക്ക് ഓർമ്മയുണ്ടാവോ? എൻ്റെ മോൾക്ക് അമ്മയെ നഷ്ടപ്പെടുമോ? സമൃദ്ധയോടുള്ള ചതി ഇനിയും തുടരണോ? സമൃദ്ധിക്ക് ഓർമ്മ വന്ന് അവൾ ഞങ്ങളെ വെറുക്കുമോ? അതോ കുറ്റപ്പെടുത്തുമോ? എന്തായാലും അവൾക്ക് ഞങ്ങളോട് ക്ഷമിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സമൃദ്ധി എനിക്കാരാ? ആ ചോദ്യത്തിന് എൻ്റെ കയ്യിൽ വ്യക്തമായൊരു ഉത്തരവില്ല. പക്ഷേ ആരൊക്കെയോ ആണ്. അതിനുമപ്പുറം എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ്. അവളെ വിട്ടുകൊടുക്കാൻ എനിക്ക് വയ്യ. എൻ്റെ മോൾക്ക് സമൃദ്ധിയില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഈശ്വര, ഇവിടെ ഞാൻ എന്ത് തീരുമാനമെടുക്കും? നല്ലതുപോലെ ഒന്ന് ആലോചിക്കും മോനെ. ഇതൊക്കെ വേണോ? ഉള്ള സന്തോഷവും സമാധാനവും വെറുതെ തല്ലിക്കെടുത്തണോ? ഓർമ്മ കിട്ടിക്കഴിഞ്ഞ അവൾ ഈ വീട്ടിൽ ഉണ്ടായില്ലെങ്കിലോ? ഗൂഗിൾ, എന്താ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത്? ഒന്നുമില്ല, വെറുതെ. ഗൂഗിളിനെ എനിക്കറിയില്ലേ? എത്ര കാലമായി ഞാൻ ഗൂഗിളിനോട് ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഗൂഗിളിന്റെ മുഖമൊന്ന് മാറിയാ എനിക്കത് മനസ്സിലാവും. എന്താ ഉണ്ടായേ? മോളിറങ്ങിയോ? ഇറങ്ങി. ഗൂഗിളിന്റെ മനസ്സിനെ അലട്ടുന്ന എന്താന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറയട്ടെ, എന്റെ കാര്യം ഓർത്തിട്ടല്ലേ ഈ സങ്കടം? ഞാൻ ട്രീറ്റ്മെന്റിന് പോകുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ആര് നോക്കും എന്നല്ലേ പേടി. എനിക്ക് വേണ്ടി ഗൂഗിള് ഒരുപാട് സഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഗൂഗിൾ, എനിക്കിനി പിന്തിരിയാനാവില്ല. എന്റെ ഓർമ്മകളെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടണ്ടേ ഗൂഗിൾ? എടോ, തൻ്റെ കാര്യം ഓർത്ത് തന്നെയാ എനിക്ക് സങ്കടം. എനിക്കിപ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഈ വീടിന്റെ കാര്യം ഓർത്ത് താൻ വിഷമിക്കണ്ട. എനിക്കെന്തിനേക്കാളും വലുതിപ്പോ താൻ തന്നെ. ഏതൊരു പെണ്ണും കേൾക്കാൻ കൊതിക്കുന്ന കാര്യങ്ങൾ തന്നെയാ ഇപ്പൊ ഗൂഗിള് പറഞ്ഞത്. ഗൂഗിളിന്റെ ഈ സപ്പോർട്ടിന് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു. തൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടാൻ വേണ്ടി എന്ത് നഷ്ടം സഹിക്കാനും ഞാൻ തയ്യാറാ. അതെന്റെ ജീവിതം കൊണ്ടായാലും. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആരുടെ ജീവിതത്തിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെയല്ലേ വരുന്നേ? അതെ, പക്ഷേ ആ സമയത്ത് ഈ വീട് പഴയതുപോലെ ആയിരിക്കുമെന്ന് ആർക്കറിയാം. എങ്ങനെയായാലും സാരമില്ല, അതൊക്കെ സഫർ ചെയ്യാൻ ഞാൻ തയ്യാറാ. ഗൂഗിൾ എന്തൊക്കെയാ പറയുന്നേ? എന്തിനാ ഇത്ര സങ്കടപ്പെടുന്നേ? സത്യത്തിൽ എനിക്ക് പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടിയാ നമ്മുടെ ജീവിതം ഒന്നുകൂടി സന്തോഷാവുകയല്ലേ ഉള്ളൂ. നേരെ ഒരുപാട് വൈകി, ഒന്ന് കിടക്കുക.
നീ എന്താ ഈ പറയുന്ന ആതിരെ? ഇതെന്താ പിള്ളേര് കളിയാണെന്ന് വിചാരിച്ചോ? ഇല്ല, എല്ലാ ഗൗരവത്തോടും കൂടി തന്നെയാ ഞാൻ പറയുന്നത്. എനിക്ക് ഡിവോഴ്സ് വേണം. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ സന്ദീപിന് ഡിവോഴ്സ് നോട്ടീസ് അയക്കണം. ഇത്രയ്ക്ക് സില്ലിയായിട്ട് എടുക്കേണ്ട ഒരു തീരുമാനമാണോ ഇത്? ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാ. വീട്ടുകാരായിട്ട് ആതിരെ ഇതിനെ കുറിച്ച് ആലോചിച്ചോ? അല്ല, ഡിവോഴ്സിനെ കുറിച്ച് എന്താ അവരുടെ അഭിപ്രായം? ഞാൻ ആരോടും ഇതുവരെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. രണ്ട് ജീവിതത്തിന്റെ കാര്യമല്ലേ ആരതി ചേച്ചി. എന്നെയും മോളെയും വേണ്ടെന്ന് പറഞ്ഞ ഒരാളിന്റെ കാര്യത്തിൽ ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? ശരി, എന്തായാലും ആതിരെ ഇന്ന് പോയിട്ട് നാളെ വാ. ഞാൻ സച്ചയോടും അമ്മയോടും ഒക്കെ ഒന്ന് സംസാരിക്കട്ടെ. അവർക്കും കൂടി താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഡിവോഴ്സ് നോട്ടീസ് അയക്കാം. എന്താ അതുപോലെ? അയ്യോ ചേച്ചി പ്ലീസ്, അവരാരും ഇത് അറിയരുത്. അറിഞ്ഞ അവരെന്നെ കൊല്ലും. അത് ശരി, അപ്പോ അവരറിയാതെ ഇറങ്ങി പുറപ്പെട്ടതാണല്ലേ? അത് വേണ്ട ആതിരെ, അതൊരു നല്ല തീരുമാനമല്ല. അങ്ങനെ പറയില്ലേ ചേച്ചി. എനിക്കും എന്റേതായ കാരണങ്ങളുണ്ട്. എനിക്കിപ്പോ ഇതാരോടും പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യും? സച്ചി എന്റെ അടുത്ത സുഹൃത്താ. നിങ്ങളുടെ കുടുംബം എന്റെ സ്വന്തം കുടുംബത്തിന് പോലെ തന്നെയാ. അപ്പൊ പിന്നെ സച്ചിയോടും കുടുംബത്തിനോട് ഞാൻ ചെയ്യുന്നൊരു ചതി പോലെ ആവില്ലേ ഇത്? നോട്ടീസ് അയക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്ന് നാളെ അവരെന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും ആതിരെ? അതൊന്നും എനിക്കറിയില്ല ചേച്ചി. എങ്ങനെയെങ്കിലും ഈ വക്കീൽ നോട്ടീസ് അയച്ചേ പറ്റൂ. സച്ചിയോട് ഒരു വാക്ക് സംസാരിക്കാതെ അത് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ശരി, വേണ്ട. ചേച്ചിക്ക് വയ്യെങ്കിൽ അയക്കണ്ട. ഒരു പെണ്ണായതുകൊണ്ട് എന്നെ ചേച്ചിക്ക് മനസ്സിലാവുന്ന കരുതി ഞാൻ ഇങ്ങോട്ട് വന്നേ. ചേച്ചിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ വേറെ വക്കീലിനെ നോക്കിക്കോളാം. ആദ്യം തന്നെ എടുത്തുചാട്ടം ഒന്ന് അവസാനിപ്പിക്കേ. നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. താൻ അവിടെ ഇരിക്കും. ചേച്ചി എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കരുത്. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഒരു ഡിവോഴ്സ് കൊണ്ടുണ്ടാവുന്ന കോൺസിക്വൻസസ് എന്താണെന്ന് ആതിരയ്ക്ക് അറിയാവോ? ഒരു കുടുംബം രണ്ടായി കീറി മുറിഞ്ഞു പോവുക. ഇത്തരം കേസുകളിൽ വേദന അനുഭവിക്കുന്നത് മുഴുവൻ കുഞ്ഞുങ്ങളായിരിക്കും. അത് മാത്രമല്ല, തനിക്കറിയോ, എന്റെ മുന്നിൽ വരുന്ന പല ഡിവോഴ്സ് കേസുകളും അടുത്തറിഞ്ഞു നോക്കുമ്പോ ഒന്ന് സംസാരിച്ചു തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവൂ. ആതിരയ്ക്കൊരു മോളില്ലേ? ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അതിന്റെ ഭാവിയെങ്കിലും ഓർത്തോ? ഇന്നത്തെ കാലത്ത് അച്ഛനില്ലാതെ ഒരു പെൺകുട്ടിയെ വളർത്തുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാ ഞാൻ ഈ ഡിവോഴ്സ് വേണമെന്ന് പറയുന്നത്. ഇതെന്റെ അവസാനത്തെ പിടിവള്ളിയാ. മനസ്സിലായില്ല. ഞാൻ ഈ ഡിവോഴ്സ് നോട്ടീസ് അയക്കാൻ പറഞ്ഞത് എന്റെ കുഞ്ഞിനച്ഛനെ വേണ്ടാന്ന് വെക്കാനല്ല. പിന്നെ ആതിര പറയുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് എന്റെ ഭർത്താവിനെ തിരിച്ചു വേണം.